ഹായ് ഹലോ. അങ്ങനെ നമ്മൾ തിരുനെല്ലിയിലൊക്കെ എത്തി. അപ്പൊ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ബലിയിടാൻ പോണോ. അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് പോവാണ്. അത്യാവശ്യം ദൂരം നടക്കാനുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇവിടെ എത്തിയപ്പോൾ മനസ്സിന് നല്ല കുളിർമയും ശാന്തി സമാധാനം ഒക്കെ ഉണ്ടായിരുന്നു. ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത അങ്ങനെയാവാം. അങ്ങനെ കുറച്ച് പേരൊക്കെ ബലിയിടാൻ പോയി. എല്ലാവരും ഒന്നും ബലിയിടാൻ നിന്നില്ല കേട്ടോ. അവിടെ വീഡിയോസും ഫോട്ടോസും ഒന്നും അലോഡ് അല്ല, അതുകൊണ്ട് അവിടുത്തെ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബലി കിട്ടിയതിന് ശേഷം ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇവിടെ ഒരു കുഞ്ഞ് അമ്പലം പോലെ ഉണ്ടായിരുന്നേ. അപ്പൊ അവിടെ വന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത്. അവിടെ ഒരു ചെടി കണ്ടപ്പോൾ എല്ലാവരും പറയാ ഇത് കഞ്ചാവിന്റെ ചെടിയാണെന്ന്. അങ്ങനെ എല്ലാവരും പറിച്ചത് മണത്തൊക്കെ നോക്കി. ഇത് ശരിക്കും കഞ്ചാവിന്റെ ഇലയാണോ എന്നുള്ള സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതെന്തേലും ആവട്ടെ, നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇവിടെ പേടിയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അട്ട ഉണ്ടായിരുന്നു. മഴക്കാലമായതുകൊണ്ടാണ് തോന്നുന്നു ഞങ്ങൾ ആരെയും കടിച്ചില്ല. മോനൂന് 2 കാലിനും അട്ടയൊക്കെ കടിച്ച്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുളത്തിൽ ഒരുപാട് പാമ്പുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് പാമ്പുണ്ടായിരുന്നു. അതായിരുന്നു എന്നെ ഒരുപാട് പേടിപ്പിച്ചത്. പാമ്പിനെ കണ്ട പേടി മാറ്റാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അടുത്ത നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് അടി. ട്രാവൽ ചെയ്തുകൊണ്ടാണോ എന്ന് അറിയില്ല, ഫുഡിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സാധാ ചോറ് ഓർഡർ ചെയ്തു. ഇവലൊക്കെ ബിരിയാണിയാണ് കഴിച്ചത്. ചില ടൈമിൽ ഈ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഹെവി ഫുഡൊന്നും കഴിക്കാൻ വലിയ ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. ഈ മോരും തൈരൊക്കെ പച്ചവളമൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ തിരുമ്മി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. പിന്നെ വണ്ടിയിലൊക്കെ കയറി. വണ്ടി പിന്നെ ഫുൾ ഗാനമേളയായിരുന്നു. ഒന്നും പറയണം, മൈക്ക് താഴെ വെക്കാൻ ടൈമില്ലായിരുന്നു. അപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചുരത്തിലൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അടുത്ത് കുറച്ച് പേര് ചായ കുടിച്ചു. ചായ കുടിച്ച് ഞങ്ങൾ നേരെ കുറ്റിയടിക്ക് വിട്ടു. അപ്പൊ ഫുൾ ടൈം ബ്ലോക്കുള്ള ടൗൺ ഏതാണെന്ന് അറിയാൻ പറ്റുമോ? വേറെ എവിടെയല്ല, നമ്മുടെ കുറ്റിയടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയും ടാറ്റ ബൈ ബൈ, സീ യു.